ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് മെയ് 1 തൊട്ടിട്ട് ഈ ഒരു മാസം നമുക്ക് കറക്റ്റായിട്ട് ഒരു 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്താലോ? നമ്മുടെ മുടിയിലുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, താരൻ, അതേപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ട്, അകാല നിര കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ടുള്ളൊരു കിടലായിട്ടുള്ളൊരു 30 ഡേയ്സ് ചലഞ്ചാണ് കേട്ടോ. നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒരുവിധ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുത്ത് മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആരൊക്കെ ഈ ഒരു ചാലഞ്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഡേ 1 ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഡീപ്പ് ഓയിലിംഗ് ആണ്. അപ്പോൾ ഓയിലൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലീൻ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതിനായിട്ട് ഈ ഒരു ഓയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു ഓയിലാണിത്. ഇനി ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക, കാരണം നന്നായിട്ട് നമ്മളിന്ന് എണ്ണ തേച്ച് കുളിക്കുന്നുണ്ട്. ഓയിൽ തേക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ മുടിയിലെ ജടയൊക്കെ ഒന്ന് കളയാം. അതിനായിട്ട് മുടി ഇതുപോലെ ഒന്ന് 2 സെക്ഷനാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ 1/4 ഭാഗത്തോളം ജട ഇങ്ങനെ ഒന്ന് കളയാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരുവിധമുള്ള നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി കൈകൊണ്ട് മുടിയിലെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ നല്ല പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് ജട കളയാം. എപ്പോഴും മുടിയിലെ ജട കളയുമ്പോൾ ഇതേപോലെ താഴ്ത്തുനിന്ന് വേണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം പതുക്കെ പതുക്കെ ആയിട്ട് നമ്മൾ മേൽഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ 2 സൈഡും ഇതുപോലെ നന്നായിട്ട് ജട കളഞ്ഞതിന് ശേഷം വീണ്ടും എല്ലാ സൈഡും നമുക്ക് ആ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ജട കളയാം കേട്ടോ. ഏതൊരു എണ്ണയായാലും പാക്കായാലും നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇതേപോലെ മുടിയിലെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം തേക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ ഒരു ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പ് ഓരോ സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു ഓയിൽ നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഈ ഒരു ഡേ 1 ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് നമ്മൾ കുളിക്കുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നെറ്റി കയറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരേ സൈഡ് തന്നെ ഇതേപോലെ ചെയ്യുമ്പോൾ ആ ഒരു സൈഡിലത്തെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതലായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. സ്കാൽപ്പിൽ നന്നായിട്ട് ഇതേപോലെ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് മറക്കരുത്. അത് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ടും, സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, ഇനി സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ്. ഇനി എണ്ണയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് നമ്മുടെ തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി കൂടാനും, അതോടൊപ്പം നമ്മുടെ മുടി വളർച്ച കൂടാനും, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി കൂടുതൽ റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. ദിവസവും നിങ്ങൾ ഇതേപോലെ ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ഈ ഒരു എണ്ണ അങ്ങനെ നമ്മുടെ തലയിൽ ഇരുന്നോട്ടെ.
എന്നിട്ട് നല്ലൊരു ഷാമ്പും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി കളയാം കേട്ടോ. ഇതേ കഴുകി കളഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടത്. നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിൽ എണ്ണയൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടും നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നല്ലൊരു കണ്ടീഷണറും കൂടി അതിൻ്റെ ഒപ്പം തന്നെ ഉപയോഗിക്കുക കേട്ടോ. അത് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒരു മോയ്സ്ചറൊക്കെ നമ്മുടെ മുടിക്ക് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡേ 1 നമ്മുടെ കഴിഞ്ഞു. ഇനി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചലഞ്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. നമ്മുടെ മുടിയിലെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറി മുടി തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ചലഞ്ച് കൂടിയാണത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.